എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറയുന്നത് ഒരു ആർ ജെ ആണ്, ഒരു ആക്ട്രസ് ആണ്, ഒരു സംവിധായികയാണ്. ഈ അതിഥിയെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി നിങ്ങളോട് പറയേണ്ടതുണ്ട്. രേഷു തങ്കുവിൻ്റെ വിഷയമാണ്. പക്ഷേ ഇവിടെ നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് രേഷു തങ്കു അല്ല കേട്ടോ. രേഷു തങ്കു രംഗത്തിറക്കിയിട്ടുള്ള പുതിയൊരു ഭടിയാണ്. ഭടൻ്റെ സ്ത്രീലിംഗം ഭടിയല്ലേ, അങ്ങനെയും പറയാമല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയൊരു ഭടിയെ രേഷു തങ്കു രംഗത്തിറക്കിയിരിക്കുകയാണ്. ആർ ജെ ലച്ചു. എനിക്ക് തോന്നുന്നു ഈ രേഷു തങ്കുവിനെ ഇപ്പോൾ ആരും അങ്ങനെ ഇൻ്റർവ്യൂവിനൊന്നും വിളിക്കുന്നില്ലാന്ന് തോന്നുന്നു. അതിന് പോകാത്തതുകൊണ്ടാണെന്ന് അറിയത്തില്ല. ആർ ജെ ലച്ചുവാണ് ഇപ്പോൾ ഇൻ്റർവ്യൂ എടുക്കുന്നത്. മുൻപ് ഇവരുടെ കസിനായിരുന്നു ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ആ സ്ഥാനത്തേക്ക് ആർ ജെ ലച്ചു അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പൈസ വാങ്ങുന്നുണ്ടാവുമായിരിക്കും, നമുക്കറിയില്ല. എന്തായാലും ഒരു വെളുപ്പിക്കൽ ഇൻ്റർവ്യൂ ആണ്. നമുക്ക് ആ ഇൻ്റർവ്യൂവിൻ്റെ ഒറ്റ പോർഷൻ മാത്രമേ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നുള്ളൂ. ഇവരുടെ യൂണിവേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ രേഷു തങ്കുവിൻ്റെ യൂണിവേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഈ ഓർമ്മശക്തി ഉണ്ടാവില്ല. ഓർമ്മശക്തിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ നരസിംഹ സിനിമയിൽ മമ്മൂക്ക പറയുന്ന ഡയലോഗാണ്. ഓർമ്മശക്തി കുറവാണല്ലേ, വലിയ ചന്ദ്രാതി എണ്ണ ബെസ്റ്റ് ആണ്. ആ ഡയലോഗ് ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ ആർ ജെ ലച്ചുവിനോട് പറയാനുള്ളത്, വലിയ ചന്ദ്രാതി എണ്ണ വാങ്ങിച്ച് തലയെ പുരട്ടുക, ഓർമ്മശക്തിക്ക് ബെസ്റ്റാണ്. നമുക്ക് എന്താ വിഷയം എന്നുള്ളത് കാണാം. ആ ഇൻ്റർവ്യൂവിൻ്റെ ഒരൊറ്റ ഭാഗം നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് മുൻപായിട്ടേ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കാരണം കുറേ അധികം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ട്. അതുപോലെ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ച്, ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതായിട്ടും പിന്നെ കമൻറ്റ് കൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആരൊക്കെയാണ് ഈ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും. സ്ഥിരമായിട്ട് കാണുന്നവരോട് ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുവാണ്. ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്ഥിരമായിട്ട് അങ്ങ് കണ്ടുകൊള്ളുക. ഇവിടെ ഈ ഒരു വിഷയം മാത്രമല്ല കേട്ടോ ഉള്ളത്, വേറെയും വിഷയങ്ങൾ സംസാരിക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ ഇതൊരു ഫണ്ണായിട്ട് കാണുക. കാരണം ഇപ്പോൾ ശരിക്കും പറയാം, രേഷു തങ്കുവിൻ്റെ വിഷയം ഒരു എൻ്റർടൈൻമെൻറ്റ് ടോപ്പിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പിന്നെ നമുക്ക് ആൾക്കാർ ഇഷ്ടംപോലെ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും സംസാരിക്കാൻ തോന്നില്ലേ? അതുകൊണ്ട് ഇത് സംസാരിക്കുന്നതാണ്. ഇവിടെ പക്ഷേ രേഷു തങ്കു അല്ല ഗസ്റ്റ്, ആർ ജെ ലച്ചുവാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഈ ഓൺലൈൻ മീഡിയ എങ്ങനെയാണ് ചേച്ചിയുടെ ഓരോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അറിയുന്നത്? ഇപ്പം എന്താ റെലവൻ്റ് ആയ ചോദ്യം. ഓൺലൈൻ മീഡിയ എങ്ങനെയാണ് ചേച്ചിയുടെ പ്രോഗ്രാമുകളും ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ അറിയുന്നത്? ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മറ്റേ സംവിധായകനുണ്ടല്ലോ വിപിൻ ലാൽ, ഷഫീന ബീവി വഴി വിപിൻ ലാൽ പുറത്തുവിട്ടൊരു ഓഡിയോ ഉണ്ടായിരുന്നു. അതിനകത്ത് രേഷു തങ്കു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ചേട്ടാ നമുക്ക് ആൽബം പെട്ടെന്ന് ഷൂട്ട് ചെയ്യണം, നല്ലതായിട്ട് ഷൂട്ട് ചെയ്യണം. ഞാൻ പിന്നെ ഓൺലൈൻ മീഡിയയുടെയൊക്കെ നമ്പർ തരാം, ചേട്ടൻ തന്നെ വിളിച്ചാൽ മതി, നമുക്ക് പ്രൊമോഷനൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഈ ആളെ പ്രത്യേകം ഒന്ന് വിളിച്ചേക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഓഡിയോ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ മനസ്സിലായി രേഷു തങ്കു ആണ് ആളെ പറഞ്ഞു വിടുന്നത്, അല്ലെങ്കിൽ രേഷു തങ്കുവിൻ്റെ കെയർ ഓഫിലാണ് ആൾക്കാരുടെ വരുന്നത്. ഇവരുടെ സുഹൃത്തുക്കളും സഹോദരന്മാരൊക്കെ ആണല്ലോ ഓൺലൈൻ മീഡിയാസ്. അതിൽ എടുത്തു പറയേണ്ട ചാനൽ എന്ന് പറഞ്ഞാൽ മെയിൻ സ്ട്രീം ഒന്നാണ്. അത് മെയിൻ സ്ട്രീം എന്ന് പറഞ്ഞ ചാനലിൽ രേഷു തങ്കുവിന് വേണ്ടി അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്തേക്കാണ്. ഓക്കെ, പിന്നെ ഒരു ടോക്ക് ലെറ്റ് മീ ടോക്കോ അങ്ങനത്തെ ഒരു ചാനൽ ഇവർക്ക് വേണ്ടിയുള്ള ചാനലാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവരാണ് ഈ ഓൺലൈൻ മീഡിയാസിനെ എത്തിക്കുന്നുള്ള കാര്യം വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി. ഞാൻ വിചാരിച്ചതാണോ തെറ്റിപ്പോയത്? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിയൊന്ന് കേട്ട് നോക്കാം. അതിപ്പം പറയുകയാണെങ്കിൽ എന്തേലും പറയുന്നേ, എന്താ പറയാ, അതിപ്പോൾ പറയുകയാണെങ്കിൽ ആലോചിക്കുക എന്ത് പറയണം, കേൾക്കാം. മറ്റേ എന്തുവാ, പത്താഴത്തിൽ നെല്ലുണ്ടെങ്കിൽ എവിടെ നിന്നാലും എലികൾ ഓടി വരുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ, ആ ഒരു പഴഞ്ചൊല്ലാണ്. പക്ഷേ വിപിൻ ലാൽ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. മണിയനീച്ചകൾ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന പോലെ. ഈ മണിയനീച്ചകൾ സാധാരണ ഇരിക്കുന്നത് എവിടെയാണെന്നറിയോ? വേസ്റ്റ് ഒക്കെ ഡംപ് ചെയ്തിരിക്കുന്നതിന്റെ പുറത്തൊക്കെയാണ് മണിയനീച്ച വന്നിരിക്കുന്നത്. അതുപോലെയാണ് ഈ ഓൺലൈൻ മീഡിയാസ് രേഷു തങ്കുവിനെ ചുറ്റും കൂടിയിരിക്കുന്നതെന്നാണ് വിപിൻ ലാൽ പറഞ്ഞത്. ഇവർ പറയുന്നു പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ മറ്റേ അവിടെ നിന്നാണെങ്കിലും എലി വരുന്നതാണ് പറയുന്നത്. അപ്പോൾ ഓൺലൈൻ മീഡിയാസ് ഇപ്പോൾ മണിയനീച്ചയാണോ എലിയാണോ എന്നുള്ള ഒരു തർക്കത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിപ്പോൾ എന്തായാലും ഇവരൊക്കെ തന്നെ തീരുമാനിക്കട്ടെ, മണിയനീച്ചയാണോ എലിയാണോ എന്നുള്ളത് നമുക്ക് ബാക്കി കേൾക്കാം. എനിക്ക് ഓർമ്മ വരുന്നത്, ഞാനിത് തമാശ രീതി പറഞ്ഞാണ്, എന്റെ സുഹൃത്തുക്കളാണ് എല്ലാവരും ഓൺലൈൻ മീഡിയാസ്. രേഷു തങ്കുവിന്റെ തമാശ കുറച്ച് കൂടുന്നുണ്ട്, കേൾക്കാം. ഒട്ടുമിക്ക ആൾക്കാരും, എല്ലാവരും അല്ല, ഒട്ടുമിക്ക ആൾക്കാരും എന്തായാലും. എല്ലാവരും ആണോ ഒട്ടുമുക്കാൽ ആൾക്കാരും ആണോ? തീരുമാനിക്കും, ഉറപ്പിച്ച് പറ. ഇങ്ങനെ മാറി മാറി പറയല്ലേ. എല്ലാവരും ഒട്ടുമുക്കാൽ ആൾക്കാരും, എല്ലാവരും അല്ല ഒട്ടുമുക്കാൽ ആൾക്കാരും, അങ്ങനെ പറയല്ലേ, ഉറപ്പിച്ച് പറ. നമ്മൾ പോസ്റ്റർ ഇടാറുണ്ട്, കൊളാബ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഇനോഗ്രേഷൻ ആണ് പോസ്റ്റർ ഇടാറുണ്ട്, അതിനകത്ത് അവരുടെ നമ്പർ ഉണ്ട്. ഏതാ ഇപ്പൊ ഏത് ഷോപ്പാണ് അതിന്റെ ഉടമയുടെ നമ്പർ വേണം. അപ്പൊ ഇവർക്ക് എന്തായാലും ഈ ഓൺലൈൻ മീഡിയാസ് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ വരും. പിന്നെ ആൽബങ്ങൾ ഈ ഓൺലൈൻ മീഡിയാസ് വരുന്നത് രേണുസുതി വിളിച്ചു വരുത്തുന്നതല്ല, ഇതിന്റെ ഡയറക്ടേഴ്സ് അവരുമായിട്ട് നേരെ കോൺടാക്ട് ചെയ്യും. ഈ ഒരു കേസിൽ എനിക്കും പറയാനുള്ളത്, ഞാൻ എന്റെ 2-3 വർഷത്തിന്റെ ഡയറക്ടറാണ് ഞാൻ. അപ്പം പറ ലച്ചു മോളെ, ഇപ്പം രേഷു തങ്കു പറഞ്ഞു കഴിഞ്ഞു, ആൽബങ്ങൾ ഡയറക്ടേഴ്സാണ് വിളിച്ചു വരുത്തുന്നത്, എൻ്റെ കുറച്ച് കോൺടാക്ട്സ് ഉണ്ട്, ഞാൻ അവർക്ക് നമ്പർ കൊടുക്കും. അതൊക്കെ ശരിയാണ്, നമ്പർ കൊടുക്കും. പക്ഷേ രേഷു തങ്കു അങ്ങോട്ടാണ് പറയുന്നത്,
അവരെ വിളിക്കണം എന്ന്, പ്രൊമോഷൻ വേണം. പക്ഷെ അവിടെ വരുന്ന ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നത് ആരെയാണ്? ആ ആൽബത്തിനെയോ അതിന്റെ സംവിധായകനോ അല്ല പ്രൊമോട്ട് ചെയ്യുന്നത്, രേഷു തങ്കുവിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇവരുടെ കള്ളുടിക്കുന്ന വിശേഷങ്ങളും 30,000 രൂപയുടെ ചെരുപ്പും കോസ്റ്റ്ലി ആണ് രേഷു തങ്കു എന്നൊക്കെ പറയുന്നതാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ലാണ്ട് ആൽബം എന്താണെന്നോ അല്ലെങ്കിൽ ഡയറക്ടർ ആരാണെന്നോ ക്യാമറമാൻ ആരാണെന്നോ അവരെ നാട്ടുകാർ അറിയേണ്ട കാര്യമില്ല എന്നാണ് ഇവരുടെ ഒരു ലൈൻ. രേഷു തങ്കു ഇങ്ങനെ നിറഞ്ഞിരിക്കണം, എൻ്റെ ഫിഗർ എൻ്റെതല്ല, ഇത് മാത്രം മതി. ഏത് മീഡിയക്കാരൻ്റെ മീഡിയയിലാണെങ്കിലും ഇത് മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇനി ലച്ചുമോൾ പറ, ലച്ചുമോൾക്ക് എന്താ പറയാനുള്ളത്? എന്റെ വർക്കിനകത്ത് സോഷ്യൽ മീഡിയനെ വിളിച്ചു വരുത്തിയത്, അതായത് ചേച്ചിനെ ബേസ് ചെയ്ത് പോകുന്ന ഓൺലൈൻ മീഡിയാസ് ആണ് അവര്. അപ്പൊ സ്വാഭാവികം ചേച്ചിനെ ബേസ് ചെയ്ത് പോകുന്ന ഓൺലൈൻ മീഡിയാസ് ആണ് അവര്. അപ്പോൾ ചേച്ചി വഴിയാണ് ഈ ഓൺലൈൻ മീഡിയാസോടെ വരുന്നതെന്ന് ലച്ചു തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പം സമ്മതിക്കാൻ ഒരു മടിയാണ്. സംവിധായകൻ പറഞ്ഞിട്ടാണ് ഇവരെ വിളിക്കുന്നതെന്ന് ലച്ചു പറയുന്നത്. ലാസ്റ്റ് അവിടേക്ക് വരാം. ചേച്ചിയുടെ ഒരു വർക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി വരും. എന്നെ ബേസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരെല്ലാ സെലിബ്രിറ്റികളുടെ സെലിബ്രിറ്റികളുടെ കാര്യങ്ങളും എടുക്കുന്ന ആൾക്കാരാണ്. അപ്പം സെലിബ്രിറ്റി നമ്മളെ വിളിക്കുമ്പം നമ്മൾ അവർക്ക് നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ ലൊക്കേഷൻ കൊടുക്കും. ഡയറക്ടറുടെ സമ്മതപ്രകാരമാണോ സോഷ്യൽ മീഡിയ അവിടെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ. അതാണ്, ഡയറക്ടറുടെ സമ്മതപ്രകാരമാണോ സോഷ്യൽ മീഡിയ അവിടെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ എന്നാണ് ലച്ചു പറയുന്നത്. ലച്ചു മോൾക്ക് മറവിയൊന്നുമില്ലല്ലോ അല്ലേ? നേരത്തെ ചോദിച്ച പോലെ മറവി ഉണ്ടെങ്കിൽ വലിയ ചന്ദ്രാതി എണ്ണ വാങ്ങിച്ച് തലയെ തേച്ച് കഴിഞ്ഞാൽ മറവി അങ്ങ് മാറും, ഓർമ്മശക്തി കിട്ടും. ഓർമ്മശക്തിക്ക് ബെസ്റ്റ് ആണെന്നാണ് മമ്മൂക്ക പറഞ്ഞിട്ടുള്ളത്. മമ്മൂക്ക പറഞ്ഞാൽ പിന്നെ വേറെ അപ്പീലില്ലല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് പോർഷൻ കൂടിയാണ്, ശക്കലം കൂടി അതൊന്ന് കേട്ടിട്ട് ലച്ചുവിൻ്റെ ഒരു പഴയ വീഡിയോയിലേക്ക് പോയിട്ട് വരാം. കേൾക്കാം. പക്ഷേങ്കിൽ അവര് ബൈറ്റ് എടുക്കുന്ന കാര്യങ്ങൾ അത് അവരുടെ ഇഷ്ടമാണ്. അത് സെലിബ്രിറ്റികളുടെ അവരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ ഇഷ്ടമാണ്. അതിൽ ഡയറക്ടർക്ക് ഇതില്ല. നൈസായിട്ട് അവിടെ നിന്ന് സ്കിപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അവിടെ ബൈറ്റൊക്കെ എടുക്കുന്നത് ഈ പറയുന്ന ആക്ടേഴ്സിൻ്റെ ഇഷ്ടപ്രകാരമാണ്. അതിനകത്ത് ഡയറക്ടേഴ്സിൻ്റെ റോളില്ല. പക്ഷേ വിളിക്കുന്നത് ഡയറക്ടേഴ്സും കൂടി അറിഞ്ഞുകൊണ്ടാണ്, തീരുമാനിച്ചുകൊണ്ടാണ് എന്നാണ് ലച്ചുമോളോട് പറഞ്ഞു വെക്കുന്നത്. നമുക്കൊരു പഴയ ഇൻ്റർവ്യൂവിലേക്ക് പോയാലോ? ലച്ചുമോളുടെ ഈ കള്ളും കുപ്പിയും എന്താണ് കള്ളിപ്പെണ്ണും കള്ളും കുപ്പിയോ എന്താ പറഞ്ഞിട്ട് ആൽബം ലാസ്റ്റ് റിലീസായല്ലോ. അതിൻ്റെ പാട്ടൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. വിഷ്വൽസ് അതിലെ സുഖമില്ലെങ്കിലും പാട്ട് ഇഷ്ടപ്പെട്ടു. ആ ആൽബത്തിൻ്റെ ഷൂട്ട് സമയത്ത് ഇവരുടെ മറ്റേ റീലുണ്ടായിരുന്നല്ലോ, വൈറലായ റീല്, കുട്ടനാടൻ കായലിലെ പാട്ട്. ആ പാട്ടിനെ ചൊല്ലി തർക്കമൊക്കെ ഉണ്ടായ സമയത്ത് ലച്ചുമോള് മീഡിയയുടെ മുന്നിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ അറിവോട് കൂടി അല്ല അവർ വന്നത്, ഞാൻ പറഞ്ഞിട്ടല്ല വന്നത്, അതിൽ അഭിനേതാക്കളുടെ താല്പര്യപ്രകാരം അവരുടെ പ്രൊമോഷന് വേണ്ടിയാണ് വന്നത് എന്ന് ലച്ചുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ലച്ചുമോള് പറഞ്ഞ വീഡിയോസ് എല്ലാം മുക്കിക്കളഞ്ഞു. അതെന്തിനാ മുക്കിയത്? ഒരു മീഡിയക്കകത്തും ആ ന്യൂസ് കാണുന്നില്ല, ആ പറയുന്ന ബൈറ്റ് കാണുന്നില്ല. പകരം ഇവരോട് ചോദ്യം ചോദിക്കുന്ന ആങ്കർ പറയുന്ന കാര്യം അവിടെ എപ്പോഴും കിടപ്പുണ്ട്. നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. നമസ്കാരം ചേച്ചി പറ. ഇത് നമ്മുടെ വൈറൽ താരം രേണുസുതിയെ വെച്ചിട്ട് ഇപ്പൊ പുതിയ ആൽബം ഇറക്കിയിരിക്കുന്ന ആളാണ്. ഇപ്പൊ കുറെ കോൺട്രവേഴ്സി ആദ്യം ഒരു മന്ദാരച്ചേലി എന്ന് പറയുന്ന ഒരു ചെപ്പല്ലേ, മന്ദാരച്ചേലി, അങ്ങനെ ഒരു ആൽബം ഇറക്കി, അത് വൈറലായി. അത് കഴിഞ്ഞപ്പോ വീണ്ടും രേണുസുതിയെ വെച്ചിട്ട് ഒരു പുതിയ ആൽബം കള്ളിപ്പെണ്ണും കള്ളുംകുപ്പി, അങ്ങനെ അതിന്റെ വിഷ്വൽസ് എന്നും പറഞ്ഞിട്ട് കുറെ വിഷ്വൽസ് യൂട്യൂബേഴ്സ് പുറത്ത് വിട്ടിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ആ ആൽബത്തിന്റെ വിഷ്വൽസ് അല്ല, അതിൽ 1-2 മാത്രമേ ഉള്ള ആൽബത്തിനുള്ളിൽ ഇൻക്ലൂഡ് ആവുന്ന വിഷ്വൽസ്, അതെല്ലാം അല്ല ഇൻക്ലൂഡ് ആവുന്ന വിഷ്വൽസ്. അപ്പം അതിൽ പലർക്കും അതൊരു എന്താ പറയാ, പല വ്ലോഗേഴ്സും അതൊരു തെറ്റായ ധാരണയിലേക്ക് പൊതുസമൂഹത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഒരു ഏപ്പടം മോഡലിൽ അവർ ഇറക്കിയിരിക്കുന്നതാണ് ശരിക്കും. ഓ, അപ്പൊ വ്ളോഗേഴ്സിന്റെ പ്രശ്നമാണല്ലേ? നിങ്ങൾ ഇറക്കിയതിന്റെ കുഴപ്പമില്ല, നിങ്ങൾ ആ വീഡിയോ ഈ പറയുന്ന ഞാനൊന്നും പറയുന്നില്ല, പോട്ടെ, ബാക്കിയേക്കാം. ഒരു ബി ഗ്രേഡ് പിന്നെ ആൽബം ആണ് എന്നുള്ള രീതിയിലേക്ക് തരം താഴ്ത്തിയിരിക്കുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല. നോർമലി ഇവരുടെ ഒരു ഹൈപ്പിന് വേണ്ടിയിട്ട് ഇവർ കുറച്ച് മീഡിയക്കാരെ ഇവരുടെ നായിക വിളിച്ചു വരുത്തിയ പ്രകാരം ഇവരുടെ നായിക വിളിച്ചു വരുത്തിയ പ്രകാരം എന്ന് ഈ ആങ്കർ പറയുന്നുണ്ട്. ലച്ചുവിന് വേണമെങ്കിൽ ന്യായീകരിക്കാം, ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് ന്യായീകരിക്കാം. പക്ഷേ ലച്ചുവിടെ ഉണ്ടായിരുന്നേ, ലച്ചു തിരുത്തുന്നില്ല. ഉണ്ടോ? നമുക്ക് ബാക്കി കേൾക്കാം. ആ പിന്നെ വിഷ്വൽസ് പുറത്തു വന്നതാണ്, ശരിക്കും അവരുടെ ആൽബത്തിലെ അല്ല അത്. അപ്പൊ പിന്നെ ഇദ്ദേഹം പറയുന്നത്, ആർജെ ലച്ചു പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾക്ക് പുറത്തേക്ക് ആ ഒരു ആൽബം വന്നു കഴിഞ്ഞാൽ നല്ലൊരു വിഷ്വൽ ആയിരിക്കും. ആർജെ ലച്ചുവിനെ നിർത്തിക്കൊണ്ട് ആങ്കർ പറയുന്നുണ്ട് നായികയാണ് ഓൺലൈൻ മീഡിയാസിനെ വിളിച്ചു വരുത്തിയെന്നുള്ളത്. അപ്പൊ ഇവിടെ കുറച്ചു മുമ്പ് ലച്ചു ആ ഇന്റർവ്യൂവിനകത്ത്, ആ രേഷു തങ്കോട്ടിലെ ഇന്റർവ്യൂവിനകത്ത് എന്താ പറയുന്നത്? സംവിധായികയാണ് വിളിച്ചു വരുത്തുന്നത്, സംവിധായകരുടെ സമ്മതത്തോടെയാണ് വിളിച്ചു വരുത്തുന്നത് എന്ന് പറഞ്ഞോ. ഇവിടെ പക്ഷെ ലച്ചു എന്താ പറയുന്നത്? നായിക വിളിച്ചു വരുത്തുന്നു. അത് ലച്ചു അല്ല പറയുന്നത് കേട്ടോ, അപ്പുറത്ത് ആങ്കറാണ് പറയുന്നത്. പക്ഷെ ലച്ചു അത് കേട്ടോടെ നിൽക്കുകയാണ്. എന്തിനാണ് നിങ്ങളിങ്ങനെ വെളുപ്പിക്കുന്നത്, ഇങ്ങനെ കള്ളം പറഞ്ഞ് വെളുപ്പിക്കുന്നത്? നിങ്ങൾ ഈ പഴയ കാര്യങ്ങൾ പറയുന്നത് മറന്നു പോകും. ഈ ഒരു യൂണിവേഴ്സിലൊരു പ്രത്യേകതയാണ്, ഇപ്പോൾ പറയുന്ന കാര്യം അടുത്ത ദിവസം ചോദിച്ചാൽ മറന്നു പോകും, കുറച്ച് ദിവസം കഴിഞ്ഞ് ചോദിച്ചാൽ മറന്നു പോകും. അതെന്താ അങ്ങനെ? നിങ്ങൾ പറയുന്ന സോഷ്യൽ മീഡിയയിലാണെന്നുള്ള ഒരു സാമാന്യ ബോധം വേണ്ടേ? അവിടെ നിങ്ങൾ പറയുന്ന കാര്യം അവിടെ തന്നെ ഉണ്ടാവും. ആക്ച്വലി ഈ വീഡിയോകളിൽ ഈ ലച്ചു തന്നെ പറയുന്നുണ്ട്, എൻ്റെ അനുവാദത്തോടു കൂടി വന്ന മീഡിയക്കാരല്ല, അത് ഇതിലെ ആർട്ടിസ്റ്റുകൾ തന്നെ വിളിച്ചു വരുത്തിയതാണ് അവരുടെ പ്രൊമോഷന് വേണ്ടിയെന്ന് ആർജെ ലച്ചു പറയുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ കാണുന്നില്ല, മുക്കിക്കളഞ്ഞു. ആ വീഡിയോ ഒരു ഓൺലൈൻ മീഡിയയുടെ പ്ലാറ്റ്ഫോമിലും കാണുന്നില്ല, ഈ ഇന്റർവ്യൂ വന്ന പ്ലാറ്റ്ഫോമിലും കാണുന്നില്ല. ആർജെ ലച്ചുവിന് അറിയാം എങ്ങനെ നിൽക്കണം എന്നുള്ളത്.
അല്ലേ? എന്തായാലും കൊള്ളാം. ഇതിനകത്ത് ഈ രേഷു തങ്കുവിൻ്റെ ഇന്റർവ്യൂ ആർ ജെ ലച്ചു എടുക്കുന്നതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അതൊന്നും വെക്കുന്നില്ല, കാരണം അതൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഈ ഒരു കള്ളം കണ്ടപ്പോൾ ഇത് സംസാരിക്കണം തോന്നി ഞാൻ സംസാരിച്ചതാണ്. ഓക്കെ, ഞാൻ തെളിവ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ആർ ജെ ലച്ചു അന്ന് കൂടെ നിർത്തി പറയിച്ചതും ഇപ്പോൾ ദേ ഇങ്ങനെ പറയുന്നതും രണ്ടും വെച്ചിട്ടുണ്ടേ വേറെ സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ആയിട്ട് മാത്രം കാണുക. ഇവരിടുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പണ്ട് പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞതും തമ്മിലുള്ള പൊരുത്തക്കേടുകളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് കാണിക്കും. അത് കണ്ട് നിങ്ങൾ അങ്ങ് തൃപ്തി അടയുക. ഓക്കെ, അപ്പോൾ എന്തായാലും ആർ ജെ ലച്ചുവും ഈ പറയുന്ന വാഴ നനയുമ്പോൾ ചീരൻ നനയണമല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കാം രേഷു തങ്കുവിൻ്റെ കൂടെ കൂടിയിട്ട് ഇപ്പോൾ ഇങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് തൻ്റെ പേര് ആർ ജെ എന്നുള്ള പേര് അനർത്ഥമാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. പക്ഷേ എത്ര വെളുപ്പിച്ചാലും അങ്ങോട്ട് വെളുക്കുന്നില്ല മോളെ, അതാണ് പ്രശ്നം. ഇനി നേരത്തെയുള്ള വെളുപ്പിക്കൽ ടീമിനൊക്കെ റിട്ടയർമെന്റ് കൊടുക്കാറായി എന്നാണ്. അങ്ങനെ എന്തെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അവരെ കൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവുന്നില്ല. അവർ വെളുപ്പിക്കാൻ ശ്രമിക്കും തോറും കൂടുതൽ കറുത്തോണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണോ പുതിയ ആളെ രംഗത്തിറക്കിയിരിക്കുന്നത്? എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.